അമിതാ അമ്മയുടെ മുരിങ്ങാക്കോലിങ്ങി വന്നേ സാമ്പാറാക്കാൻ. അയ്യടാ. ഹായ് ഓൾ, ഹാപ്പി സൺഡേ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നൊരു സ്ലോ ആൻഡ് ലേസി സൺഡേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അല്ല, കുറച്ചധികം പണികൾ ബാക്കിയുണ്ട്. കാരണം ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് പാത്രം പോലും കഴുകില്ല എന്ന് പറയാം. അടുക്കള ഒന്നും ക്ലീൻ ചെയ്തില്ലായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, കുറച്ചധികം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേന് ഒരു 9:30 രാത്രി 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചു. എൻ്റെ ചെറിയ മോക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് 10-12 മണിയായി. പിന്നെ ബാക്കി പണികൾ, അതായത് കിച്ചണൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല. അപ്പൊ ഇന്ന് ആദ്യത്തെ പണി അതാണ്. കിച്ചൺ കണ്ടപ്പോ ആദ്യം ഞാനൊന്ന് സ്തബ്ധയായി നിന്ന് പോയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പം ഞാനങ്ങ് ഓണായി, മറ്റേ കീ കൊടുത്ത പാവ പോലെ. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കബോർഡ്സിലേക്ക് എടുത്തു വെക്കുവാണ്. എല്ലാ ദിവസവും ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ് കേട്ടോ. പാത്രങ്ങൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കബോർഡ്സിലേക്ക് എടുത്തു വെക്കാവൂ. കാരണം വെള്ളത്തോടുകൂടിയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്കറിയാം കബോർഡ്സ് എപ്പോഴും നമ്മൾ അടച്ചു വെക്കുന്നതാണ് അല്ലെ. എയർ സർക്കുലേഷൻ ഒക്കെ കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങും. പിന്നെ പാറ്റ, ചിലന്തി അങ്ങനെയുള്ള പ്രാണി ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അടുത്ത പണി തുടങ്ങി. പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ജിയും എണീറ്റ് വന്നു. ജി കോഫി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒരു ഗ്ലാസ് ഒന്നും വേണ്ട, കുറച്ച്. കാരണം എനിക്ക് ചായയോ കോഫിയോ രാവിലെ കുടിക്കുന്ന ഒരു ശീലമില്ല. പക്ഷെ ഇന്ന് തൊണ്ടയ്ക്ക് ഒരു കിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഒരു ചൂട് കോഫി വേണമെന്ന്. പിന്നെ ഒരു പെർഫെക്റ്റ് കോഫി ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ. ഞങ്ങൾ കുറച്ച് കിന്നാരമൊക്കെ പറഞ്ഞ് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം തുണികൾ ബാൽക്കണിയിൽ കാണത്തില്ലേ, ഇന്നലെ അലക്കിയിട്ടതാണ് കേട്ടോ. ഞങ്ങൾ ആമിക്കുട്ടിക്ക് ഡയപ്പർ അങ്ങനെ യൂസ് ചെയ്യാറേയില്ല. അപ്പൊ ചില ദിവസങ്ങളിൽ അവള് രാത്രി ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് കിടത്തുന്നതെങ്കിൽ പോലും ഉരുണ്ടുരുണ്ട് പോയി ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ പുതപ്പിലോ ഒക്കെ മൂത്രമൊഴിച്ച് വെക്കും. അപ്പൊ പിന്നെ അതെന്തായാലും കഴുകിയിടണമല്ലോ. അങ്ങനെ വീണ്ടും കിച്ചണിലേക്ക് ഈ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം കൂടെ ഈ ഡിഷ് ഡ്രെയിനറിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് വേറൊരു ഡ്രെയിനറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പാത്രങ്ങളായിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ വെക്കും. ഒരു 1 hour ഒക്കെ കൊണ്ട് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെന്റൽ പ്രോബ്ലം ആണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം പാത്രങ്ങൾ ഉണങ്ങാതെ എനിക്ക് കബോർഡ്സിൽ വെക്കാനേ പറ്റില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. കോഫിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് സാമ്പാർ ഉണ്ടാക്കാനും വേണം നല്ലൊരു കഴിവ്. അമിതാ അമ്മയുടെ മുരിങ്ങാക്കോലിങ്ങി വന്നേ സാമ്പാറാക്കാൻ. എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഷെയർ ചെയ്യുവാണ്. ഒരു 4 പേർക്ക് രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിന് എടുക്കാറില്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ചെറിയ ഉരുളക്കിഴങ്ങ്, ചെറിയ സൈസാണ്. പിന്നെ സാമ്പാർ ഉള്ളി, അതായത് കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു ക്യാരറ്റ് നല്ല ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഒരുപാട് ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പിന്നെ ചെറിയൊരു വെള്ളരിക്കയുടെ 1 കഷ്ണം. അപ്പോൾ ഈ കഷ്ണങ്ങളുടെ കൂടെയൊക്കെ നമ്മുടെ സാമ്പാർ പരിപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കും. വെണ്ടയ്ക്ക ഭയങ്കര ചെറിയ വെണ്ടയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 7-8 ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വെണ്ടയ്ക്ക കിട്ടൂലേ, അപ്പൊ അത് ഒരു 5 ഒക്കെ. വെണ്ടയ്ക്ക് ഞാൻ എപ്പോഴും കുറച്ച് അധികം എടുക്കും. തക്കാളി 2 എടുത്തിട്ടുണ്ട്. അതുപോലെ മുരിങ്ങാക്കോല് 2 മുരിങ്ങാക്കോല് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കും. വഴറ്റൊന്നും വേണ്ട. ഈ സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ സാമ്പാറിൽ കുറേ റിസർച്ച് നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് നന്നായിട്ട് ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുന്ന ആളും കൂടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി സദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നങ്ങ് ഇളക്കിയിട്ട് അതും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിലടിച്ചിട്ട് ആ ഒരു പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് കുക്കറിന്റെ മേലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പ്രഷറൊക്കെ കളഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനുണ്ട്, പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകൊക്കെ പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 കറിവേപ്പില ചേർത്തു. പിന്നെ നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തു. വെളുത്തുള്ളി മസ്റ്റ് ആയിട്ടും ചേർക്കണം. ആ ഒരു ഫ്ലേവർ നമുക്ക് സാമ്പാറിന് വേറൊരു ടേസ്റ്റ് തന്നെ തരും. പിന്നെ അതേ കുറച്ച് കായം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുവാണ്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരണം. ഇപ്പൊ ഞാൻ തീ ഓഫ് ആക്കിട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 to 5 ടീസ്പൂൺ സാമ്പാർ പൊടി. എന്റെ സ്പൂണ് ഭയങ്കര ചെറുതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറെ ടൈംസ് ഇടുന്നത്. ടീസ്പൂണിനെക്കാളും ചെറുതാണ്. ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് ചേർത്തിട്ടുള്ളത് സാമ്പാർ പൊടിയാണ്. പേരിന് മാത്രമാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും തീ ഓണാക്കി ലോ ഫ്ലെയിമിലാണുള്ളത്. പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരം പൊടിയിട്ട് കരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വാളൻ പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പൊ ഞാനത് ഓൾറെഡി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ പിഴിഞ്ഞൊഴിക്കുവാണ്. ഇനി ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്ന്
ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങാക്കോലൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, ഒരുപാട് ടൈമൊന്നും വേണ്ട മുരിങ്ങാക്കോലൊക്കെ വെന്ത് വരാൻ. അങ്ങനെ ഇഡ്ലിയും സാമ്പാറൊക്കെ റെഡിയായി. ഇവക്കുട്ടിക്ക് ഞാൻ ആദ്യം കൊടുത്തു, ഞാനും കഴിച്ചു. ജി ചിക്കൻ വാങ്ങാൻ പോയിരിക്കുകയാണ്. നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടല്ലോ. ആമിക്കുട്ടി രാവിലെ നേരത്തെ എണീറ്റോണ്ടാണോ എന്നറിയില്ല, കിടന്നുറങ്ങിയിട്ടോ വീണ്ടും. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ ആ ഒരു കഥ പറയാനുണ്ടല്ലോ ബാക്കി. അപ്പോ കുറെ സാമ്പാർ ടേസ്റ്റ് ചെയ്തതില് ജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാസർഗോഡൻ സ്റ്റൈൽ കല്യാണ സാമ്പാറാണ്. ഇപ്പൊ കാസർഗോഡിൽ എല്ലാ സ്ഥലത്തും അത് കിട്ടുമൊന്നുമില്ല, ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു സാമ്പാറാണ്. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും സംഭവം ശരി തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ കുറെ റിസർച്ച് ഒക്കെ നോക്കിയത്, അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ എനിക്ക് ആക്ച്വലി ആദ്യമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്റേതായ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി. കഷ്ണങ്ങളൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ. സാമ്പാർ പൊടിയാണ് മെയിൻ ആയിട്ട് ഇട്ടത്, കുറേ പൊടിയൊന്നും ചേർക്കാതെ. അപ്പൊ ആദ്യം ഉണ്ടാക്കിയപ്പോ എനിക്ക് 10ൽ 7 മാർക്ക് തന്നു കേട്ടോ. 70% ശരിയായിട്ടുണ്ട്. ഒന്നുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം 10ൽ 9 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എല്ലാരും കൂടെ ബെഡ് ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ബെഡ്ഷീറ്റ് എപ്പോഴും നല്ല പ്രോപ്പർ ആയിട്ട് വിരിക്കുന്നത് ജിയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണെന്ന് പറയാം. പിന്നെ ഈ 2 ചെറിയ പില്ലോസും ഇവക്കുട്ടി തന്നെ വെക്കാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ കസിന്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. അതിനകത്ത് ഒരെണ്ണം. ആദ്യം അത് കിട്ടിയപ്പോൾ ഇവക്കുട്ടി പറഞ്ഞു, അയ്യോ എനിക്കും വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പം ചേച്ചി ഇവുവിന്റെ നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് ഇവുവിനും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഈ 2 പില്ലോസ് ഞങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആണെന്ന് പറയാം. എപ്പോഴും ഞങ്ങളുടെ ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ ആയിട്ട് ഇത് ഉണ്ടാവും. ഇത് ഇവൂട്ടിയുടെ ബെഡ്റൂം ആണ് കേട്ടോ. ഇവൂട്ടി ഇപ്പം ഒറ്റയ്ക്ക് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു പാവക്കുട്ടീനെയും കെട്ടിപ്പിടിച്ച് അങ്ങ് കിടന്നോളും. ഇപ്പോ ആമിക്കുട്ടി അത് കയ്യിലെടുത്തിട്ട് ഇത് എന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ള കളികളാണ് നിങ്ങളെ കാണുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത്, ഞങ്ങളുടെ കസിനും ഫാമിലിയും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ലഞ്ചിന് ഞങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ടുള്ള ഞങ്ങളുടെ കസിൻസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് എല്ലാവർക്കും അത് ഫേവറേറ്റ് ആണ്. ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. എല്ലാവരും മസ്റ്റായിട്ടും കാണണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വേറൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ഈ ഒരു ബിരിയാണിയിലേക്ക് എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ റെസിപ്പി പറ്റുമെങ്കിൽ കാണുക. ഞങ്ങൾ ബാംഗ്ലൂരേക്ക് റീലൊക്കേറ്റ് ചെയ്ത ടൈമില് ഈ കസിന്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഒരു 1 വീക്കിലധികം നിന്നത്. ഫുഡെല്ലാം അവിടെ തന്നെ ആയിരുന്നു. വേറൊന്നുമല്ല, ഗ്യാസ് കണക്ഷൻ ശരിയാവണം, സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, അതൊക്കെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ ബിരിയാണി ദമ്മിൽ കയറ്റിയപ്പോഴത്തേന് എല്ലാവരും എത്തിയിട്ടോ. പിന്നെ പെട്ടി പൊട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ദമ്മ് പൊട്ടിക്കാൻ എല്ലാവരും ചുറ്റും നിന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഓണമൊക്കെ എടുക്കാറായല്ലോ, ഞങ്ങളുടെ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സൺഡേ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.